കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ CPM-കാർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇന്ന് വലിയ ഭരണ പ്രതിപക്ഷ ബഹളമാണ് നിയമസഭയിൽ കണ്ടത്. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രസംഗം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചില്ല. അതിന് പിന്നാലെ കയ്യിലുള്ള പേപ്പർ വലിച്ചെറിഞ്ഞു. നിങ്ങൾ പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ്. അവിടെ 13 മിനിറ്റ് വി ഡി സതീശൻ എടുത്തു എന്നാണ് സ്പീക്കർ പറഞ്ഞത്. പക്ഷേ 13 മിനിറ്റിൽ എത്ര നേരം വി ഡി സതീശൻ സംസാരിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. പലതവണ സ്പീക്കർ പറഞ്ഞു ഭരണപക്ഷത്തിലെ അംഗങ്ങൾ, പക്ഷെ ആരും സ്പീക്കറെ കേട്ടില്ല. അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്, അങ്ങ് സംസാരിക്കുക. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അവിടെ ഇരിക്കെ. യെസ്, നിങ്ങളൊന്ന് ചെയറിൽ ചെല്ല്, ഒപ്പോസിഷൻ അങ്ങ് ചെയറിൽ ചെല്ല് പ്ലീസ്. ചെയറിൽ പോയിരിക്കെ. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ നിയമസഭയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്തെ, 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം തുടങ്ങി 3ാം ദിവസം എത്തുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് വളരെയധികം പ്രകോപിതനാകുന്നു. നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ, നന്ദിപ്രമേയം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇതെല്ലാം വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. എന്താണ്, പുറത്തുനിന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളാണോ, അതോ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇത്ര പ്രകോപിതനായുള്ള കാരണം എന്താണ്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിയമസഭയ്ക്കുള്ളിൽ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് കാര്യമായ പ്രകോപനം ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വിഷയം കലാരാജു CPM-ന്റെ കൗൺസിലറെ CPM നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോവുകയും അവരാക്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള വിഷയമാണ് അപ്പോൾ ഇന്ന് സഭയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ CPM ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട്, അതായത് CPM-കാർ തൻ്റെ പാർട്ടിക്കാർ ചെയ്ത നടപടിയെ ന്യായീകരിച്ചുകൊണ്ടും ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ്, കാലുമാറ്റമാണ് വിഷയം എന്ന തരത്തിൽ ആ വിഷയത്തെ മുഖ്യമന്ത്രി പൂർണ്ണമായി ന്യായീകരിക്കുകയും തട്ടിക്കൊണ്ടുപോകൽ എന്ന വിഷയത്തിൽ ഒരു കുറ്റം മുഖ്യമന്ത്രി കാണുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ഇതാണോ CPM-കാരെ പഠിപ്പിക്കുന്നത് തുടങ്ങിയ, കാരണം മുതിർന്ന PB അംഗം തന്നെ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തി തുടങ്ങിയപ്പോഴാണ് ഭരണപക്ഷത്ത് നിന്ന് കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായത്, ശബ്ദങ്ങൾ ഉണ്ടായത്. ഇതോടെ മുൻകാലങ്ങളിലെല്ലാം തന്നെ, കഴിഞ്ഞ സമ്മേളന കാലത്തെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് മന്ത്രിമാരടക്കമുള്ള അവർ ബഹളം വയ്ക്കും. അങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പെട്ടെന്ന് പ്രകോപിതനാകുകയും സംസാരിക്കാതെ നിൽക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ രോഷാകുലനായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന പ്രസംഗത്തിൻ്റെ പേപ്പർ വലിച്ചെറിയുകയാണ് ചെയ്തത്. നമുക്കറിയാം, രാഷ്ട്രീയ സമിതിയെല്ലാം വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഭരണപക്ഷാംഗങ്ങൾ കാര്യമായി ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർന്നുള്ളൊരു പൊട്ടിത്തെറി ആയിരിക്കാം ഇന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. എന്തായാലും ഇന്നിപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോൾ സ്പീക്കർ ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാണ്. സ്പീക്കർ പറഞ്ഞിട്ട് പോലും ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ കേൾക്കുന്നില്ല. അദ്ദേഹം നിസ്സഹായനായി കൈമലർത്തുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ സ്പീക്കറുടെ കയ്യിലാണ് സഭയുടെ കടിഞ്ഞാൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ സ്പീക്കർ എൻ ഷംസീറിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയുണ്ട് എന്നതുകൂടി ഇന്ന് നിയമസഭയിൽ കാണാൻ സാധിച്ചു. ഏതായാലും അതിനുശേഷം വലിയ തോതിലുള്ള വാഗ്വാദങ്ങളുണ്ടായി. ഭരണപക്ഷ അംഗങ്ങൾ ആരും തന്നെ നേരിട്ടിറങ്ങി വാഗ്വാദത്തിന് നിന്നില്ല. പക്ഷേ സ്പീക്കർ ഈ ബഹളത്തിനിടയിലും 13 മിനിറ്റ് സംസാരിച്ച വിഷയം ഉയർത്തി താങ്കൾ തുടരാൻ പറഞ്ഞപ്പോൾ, നിയന്ത്രിക്കാൻ കഴിയാത്ത അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താങ്കൾ ഈ ഭരണപക്ഷ അംഗങ്ങളുടെ വിഷയമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തൻ്റെ പക്വത, മുതിർന്ന നേതാവായ താങ്കൾ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പക്വതയെക്കുറിച്ച് തന്നോട് പറയേണ്ട, വീണ്ടും പ്രതിപക്ഷ നേതാവ് സ്പീക്കർ
മണിക്കൂറോട് തട്ടിക്കയറുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് എടുത്തത്. ഏതായാലും അത്തരത്തിലായിരുന്നു ശൂന്യവേളയുമായി ബന്ധപ്പെട്ട് ഗംഭീരമായൊരു വിഷയമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്ത്രീ സുരക്ഷയിലൊക്കെ നമ്പർ 1 ആണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് കൃത്യമായി സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയൊരു അവസരമായിരുന്നു. ഒരു ജനപ്രതിനിധിക്ക് പോലും സുരക്ഷ ഒരുക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ല ആ വിഷയത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു വലിയ സ്ട്രാറ്റജി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ MLA അല്ല മന്ത്രിമാരടക്കം അങ്ങ്